ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് നോക്കാനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നവർ മാഡ്ലി നിങ്ങളെ ലവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഹെവി എനർജിയാണ്. ഇപ്പോൾ ആ ഒരു എനർജിയിൽ ട്രാൻസ്ഫർമേഷൻ വന്നൊക്കെയാണ്. റൊമാൻറ്റിക് എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിത്തെ എനർജി വളരെ ഹെവി ആയിരുന്നു, പക്ഷേ ഇന്ന് ലൈറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ ദിവസം ശുക്ര ഭഗവാൻ വീനസ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കംപ്ലീഷൻ ഓഫ് ദ സൈക്കിളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ യൂണിയൻസ് ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയം യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫസ്റ്റ് ഇവരുടെ എനർജി നോക്കിയാണ് എങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ എനർജി നോക്കുമ്പോൾ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക, നിങ്ങളോട് ഇവർക്ക് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ട സിറ്റുവേഷനിൽ വരണം, ബ്ലോക്ക് ആണെങ്കിൽ അൺബ്ലോക്ക് ആക്കണം, അങ്ങനെയൊക്കെയുള്ള തോന്നൽ ഇവരുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജി സ്ട്രോങ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അവരുടെ പേഴ്സൻ്റെ എനർജി കമൻറ്റ് സെക്ഷനിൽ പറയണേ. കാരണം ഇവിടെ റൊമാൻറ്റിക് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർക്ക് നിങ്ങളോട് ഒരു ഡെഡിക്കേഷനും ഗീവിങ് എനർജിയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരണം, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു എനർജി. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടുക, നിങ്ങൾക്ക് എന്തെങ്കിലും കവിതകൾ അയക്കുക, നിങ്ങൾക്ക് സന്തോഷമാകണം ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ. അങ്ങനെ ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം ഇവർ ഉണ്ടാവുക. രാവിലെ എണീച്ചില്ല എങ്കിൽ വളരെ സ്നേഹത്തോടെ കുറച്ച് സമയം സംസാരിക്കുക, അങ്ങനെയൊക്കെ. ഇവിടെ ഇന്നത്തെ ദിവസം ഫാമിലിയുടെ സമ്മതത്തോടെ നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ നിങ്ങളെ പരസ്പരം ഫാമിലി തമ്മിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ ഫാമിലി പരിചയപ്പെടുത്തുന്നു, ഇല്ല എങ്കിൽ ഇവരുടെ ഫാമിലി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു എനർജി, ഫാമിലിയുടെ ആ ഒരു സമ്മതം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫാമിലി ഇടപെട്ട് നിങ്ങൾക്കിടയിൽ എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, സെപ്പറേഷനിലാണ് എങ്കിൽ ഫാമിലി ഇടപെട്ട് നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഫാമിലിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ദിവസം. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർക്ക് നിങ്ങളെ സംശയമുണ്ട്, അത് നിങ്ങളോട് ചോദിക്കത്തില്ല, പരസ്പരം ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് ആ സംശയം കൂട്ടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്ന ദിവസം. നെക്സ്റ്റ് എനർജി, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ആരാണ് തെറ്റ് ചെയ്തത് എന്ന്, പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം തെറ്റ് ചെയ്തത് ആരാണെന്ന്. അപ്പോൾ ഒന്ന് വിട്ടുകൊടുക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഫൊർഗീവ് ചെയ്യുക. ഇവിടെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ പറയുന്നതായിട്ടും, ഇല്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന സമയം ആ രീതിയിലുള്ള മെസ്സേജോ എന്തോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇങ്ങനെയായിരിക്കും, അതായത് നിങ്ങളെ ആദ്യമായിട്ട് കണ്ട ആ ഒരു നിമിഷം ഇപ്പോൾ ഇവർക്ക് ഓർമ്മ വരികയാണ്. ഇവരുടെ ലൈഫിൽ പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു ടൈമാണ്, ആ ഒരു ദിവസമാണ് അത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതായത് സംശയത്തിൻ്റെ പേരിൽ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റും നിങ്ങളുടെ പേഴ്സൺ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന സമയം അതായത് തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് ഉണ്ടായത് എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ നിങ്ങൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കാനാണ് ശ്രമിക്കുന്നത്. തെറ്റാരുടെ ഭാഗത്ത് നോക്കിയിട്ട് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെ നിങ്ങൾ തെറ്റായ രീതിയിൽ എടുക്കരുത്. കൂടാതെ ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് വരാൻ പോകുന്ന സമയം. അതായത് ഇവരെക്കാട്ടും ഇമ്പോർട്ടൻ്റ് നിങ്ങളാണ് എന്നിവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൂടാതെ നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ പോകും ചില സമയം, അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കാൻ വരേണ്ട, ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മിക്ക പേരുടെയും പ്രശ്നമാണ്, നമ്മൾ അങ്ങോട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പോകുമ്പോൾ അവർക്ക് ചിലപ്പം ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും അത് പിടിക്കത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സണും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇനി നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഇവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ പറഞ്ഞതുപോലെയുള്ള സ്വഭാവമല്ല നിങ്ങളുടേത്, അങ്ങനെയുള്ള ക്യാരക്ടർ അല്ല എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇവിടെ ആദ്യമൊക്കെ ആ വ്യക്തി പറയുന്നത് കേട്ട് നിങ്ങളെ ഒരു ടെസ്റ്റിന് വിധേയമാക്കി ഇവർ, അതായത് നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. എന്നിട്ട് ഇവർ നോക്കി നിങ്ങളിനി മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പോകുന്നുണ്ടോ, അവർ സ്നേഹിക്കുന്നുണ്ടോ, വേറെ ആരുടെയും ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്തു. നിങ്ങൾ ഇവർക്ക് വേണ്ടി ലോയലാണ് എന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്താപം ഇവർക്ക് ഉണ്ട്. കാരണം മറ്റൊരു വ്യക്തി പറഞ്ഞിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇവർക്ക് വേണ്ടി ലോയലാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്താപം, അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്, എൻ്റെ പേഴ്സണെ ഞാൻ ഒരിക്കലും സംശയിക്കാൻ പാടില്ല എന്ന് മറ്റുള്ള ഒരാൾ പറഞ്ഞ് കേട്ട് എന്നുള്ള പശ്ചാത്താപം ഇവരുടെ ഉള്ളിലുണ്ട്. ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ഇവരുടെ പൈസയല്ല സ്നേഹിച്ചത്, നിങ്ങൾ ഇവരുടെ ഹൃദയമാണ് സ്നേഹിച്ചത്, ഇവരെയാണ് സ്നേഹിച്ചത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇനി ഇവർ വളരെ ക്യാഷുള്ള ഒരാളാണെങ്കിലാണ് ഞാൻ ഈ ഒരു എനർജി പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ ഫ്രണ്ട് പറയത്തില്ലേ, നിൻ്റെ പൈസയാണ് അവൾ സ്നേഹിക്കുന്നത്, അല്ലാതെ അവൾക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അങ്ങനെയും നിങ്ങളെ സംശയിച്ച് ടെസ്റ്റ് പീരീഡ് നടത്തും അവർ. അപ്പോൾ എന്ത് ടെസ്റ്റ് പീരീഡ് ചെയ്താലും ഇവിടെ നിങ്ങൾ ലോയലാണെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.